മനുഷ്യനായി കുട്ടികളെ വളർത്താനാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ചിന്മയ പ്രോഡക്റ്റാണ് ഞാൻ അതാദ്യം പറയട്ടെ. കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം അഭിമാനമുണ്ട്. ചിന്മയ മെമ്മറീസ് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ സ്കൂളിൽ അക്കാഡമിക്കിൽ പഠിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഇൻവോൾവ് ആയ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതലും എൻ്റെ ഇപ്പോഴും ഉള്ള മെമ്മറീസ്. ഇപ്പോഴും കണ്ണൂർ സിനിമയിൽ കൂടെ ഓടി നടക്കുന്ന ഓരോ നിമിഷങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എല്ലാ ആൾക്കാർക്കും അല്ലേ, നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളെക്കാളും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ദിവസങ്ങളെക്കാളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ, ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് ആവട്ടെ, ചെറിയ ചെറിയ മൈക്ക് പിടിച്ച് ആദ്യമാദ്യമുള്ള വിറകളാവട്ടെ, അതൊക്കെ ആയിരിക്കും നമുക്ക് ഇന്നും ഓർമ്മയിലുണ്ടാവാം. പ്രൈമറിയിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൗഡറൊക്കെ ഇട്ടിട്ട് വയസ്സായ മുത്തശ്ശിയൊക്കെ ആയ സമയത്തൊക്കെ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുഞ്ഞു പാവാടയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടുന്നു. എന്നുവെച്ചാൽ ആ ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ മക്കൾക്കും അവരുടെ ഒരു കുഞ്ഞി സന്തോഷങ്ങളാണ് അവരെ വലിയ ആൾക്കാരാക്കി മാറ്റുക. പല കുട്ടികളും നന്നായിട്ട് പഠിക്കും, പക്ഷെ അവർക്ക് അത് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അതിൻ്റെ വലിയൊരു കാരണം ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് കൂട്ടുക എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് വായ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അതിങ്ങനെ അവരെ സ്റ്റേജിലൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവരായിട്ട് സംസാരിപ്പിച്ച്, പിന്നെ സ്പോർട്സിൽ, ആർട്സ്, ഫൈൻ ആർട്സ്, മ്യൂസിക്കൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ബ്രെയിനിൽ മാറ്റങ്ങൾ വരും. നമ്മൾ രണ്ട് സൈഡ് ഉണ്ടല്ലേ ബ്രെയിനിൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ലെഫ്റ്റ് ബ്രെയിൻ ആണ് അക്കാഡമിക്കിലൂടെ ഒരുപാട് വളരുന്നതെങ്കിൽ റൈറ്റ് ബ്രെയിൻ ആണ് നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് വളർത്തുക. ഇപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്
ബ്രെയിൻ സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കാനും ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത്. നമ്മളെല്ലാം ഭൂരിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലേ? നമുക്ക് തന്നെ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഉള്ള ജോലികളൊക്കെ മാറ്റി വെച്ച് ഇപ്പം പലരും മൊബൈലിൽ നോക്കും. അത് കൂടാതെ പാട്ട് കേൾക്കോ സിനിമ കാണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇൻവോൾവ് ആവാൻ നോക്കും. എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് ഭയങ്കരമായിട്ട് ഓവർലോഡ് ആകുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നമ്മളെ റൈറ്റിനെ ആക്റ്റീവ് ആക്കാൻ നോക്കുകയാണ്. അത് ചെറിയ കുഞ്ഞുനാൾ മുതലേ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മ്യൂസിക് ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകാം, ഡ്രോയിങ് ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകാം, കളരി കരാട്ടെ ഒക്കെ കൊടുക്കാം. അക്കാഡമിക്സിൽ സ്കൂൾ കൊടുക്കുന്നത് കൂടാണ്ട് കോ കരിക്കുലറും കൂടി സ്കൂൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി സപ്പോർട്ട് കൊടുക്കാം. കുറേ നേരം ഇരുത്തി പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മളും അവരുടെ കൂടെ ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരറിയുന്നത്. നമ്മളൊരു കുഞ്ഞ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവരോട് ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉത്തരം കിട്ടാറുണ്ടോ? പലരും ഒന്നും അറിയുന്നില്ല. പക്ഷേ ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉത്തരം ഉണ്ടാവും അല്ലേ? അമ്മ ഇന്ന് അങ്ങനെ സംഭവിച്ചു, ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്ന് അവരുടെ നല്ല നല്ല സന്തോഷങ്ങളൊക്കെ. പിന്നെ അല്ലേ വരെ 2 ഗെയിംസ് പീരീഡ് ഉണ്ടായിരുന്നു അല്ലെ, 2 ഗെയിംസിൽ ഒരു പീരീഡ് പോയതിൻ്റെ വിഷമമായിരിക്കും, അങ്ങനെയൊക്കെ പറയൂലേ. പക്ഷേ ക്ലാസ്സിൽ എന്താ, മാത്സിൽ എന്താ എടുത്ത് അല്ലെ ഫിസിക്സിൽ എന്താ എടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പം അവരുടെ ഉള്ളിൽ സന്തോഷങ്ങൾ വരുന്നത് പലതും ഇപ്പോഴത്തെ സൈഡാണ്. നമ്മുടെ ഉള്ളിൽ സന്തോഷം വരുന്നത് റൈറ്റ് ബ്രെയിനാണ്. ഞാൻ ഒരിക്കലും അക്കാഡമിക് സൈഡിനെ താഴ്ത്തിക്കെട്ടാൻ പറയുന്നില്ല. അക്കാഡമിക് സൈഡും കൂടി വളരണമെങ്കിൽ മറ്റേ സൈഡ് ആക്റ്റീവ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം. പ്രത്യേകിച്ച് സിനിമയിലെ എൻ്റെ മെമ്മറീസ് വെച്ച് നോക്കുമ്പോൾ അതിന് ഒരുപാട് സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ഇവരുടെ കൈകളിലുണ്ട്. അതിനെല്ലാം നമുക്ക് നഴ്സറി ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ കുട്ടികൾ നല്ല മിടുക്കന്മാരായിട്ട് വളരട്ടെ. എല്ലാവർക്കും കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല കിങ്സും കിങ് മേക്കേഴ്സും ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു. ധന്യവാദം. Respected guest of the day, Dr. Tulsi, Vice Principal Mr. O.P. Raghu, judges, parents, teachers, and my dear beloved students. Hari Om and good morning. As Swami Chinmayananda says, children are not the vessels to be filled in, they are the lamps to lit. Just now, the chief guest of the day already shared her views. Education should be an all-round development of a child, both physical, mental, intellectual, and spiritual. So here, always in the classroom they say study A for apple, B for bada apple, C for chota apple, D for doosara apple. Only they learn apple. End of the year, they are not coming out of the apple world. That is the modern education system. Child only knows apple. Suppose he is similar in color tomato. If they ask, they do not know. There is a difference between tomato and apple. One we use for curry or making salad. Another one, it is a vegetable or a fruit. So here, Chinmaya Vidyalaya, what we firmly believe that every child is unique. We should give them ample of opportunities to come out in the inner thoughts. That is what we firmly believe. That is why we say that Chinmaya is a school with difference. In order to bring out the hidden potentiality of every child, we conduct many events. Just 2 weeks back only, you might have observed that Arts Fest for kids. In that, the students, they showcase their talents. Now, yet another event today, we have gathered here to witness our fancy dress. The coming weeks or coming months, again, we are going to celebrate the Grandparents' Day and Annual Day. Many more programs are waiting. Anyhow, I do not want to waste much of your time. Let me wish all the participants a best of luck and thank you. Hari Om. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഇന്നത്തെ
പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ മക്കളുടെ സമൂലമായ പരിവർത്തനമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാഠ്യേതര പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ 2 ഭാഗത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ വെറും പുസ്തകം പുഴുവായി വളർത്തുക അല്ല, അതിനപ്പുറം ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് മറ്റൊരു ഭാഷ്യത്തിൽ അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. പാഠ്യേതര വിഷയങ്ങളിൽ അവരുടെ മികവ് തെളിയിക്കുക. ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നുള്ള മഹത്വവാക്യം. ഇതൊക്കെ നമുക്കറിയാം. ഇതിനൊക്കെ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ചിന്മയ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് ഈ വേദിയിൽ കയറിയിട്ട്, ഈ വേദി അവരുടെ തുടക്കവേദിയാണെങ്കിൽ ഇതിനപ്പുറത്തുള്ള മഹത് വേദികളിലേക്ക് കയറുവാനുള്ള ഒരു സോപാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ആ സോപാനത്തിലൂടെ, ആ കോണിപ്പടിയിലൂടെ ചവിട്ടിക്കയറിയിട്ട് അവർ ലോകത്തിൻ്റെ വിധാതാക്കളായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.